വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോടും വയനാട്ടിലെ ദുരന്തത്തോടും നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് LDFും UDFും ഇന്ന് വയനാട്ടിൽ ഹർത്താൽ നടത്തുന്ന സാഹചര്യത്തിൽ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. വയനാട്ടിൽ തന്നെ ഈ പ്രക്ഷോഭത്തെ ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചും മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ തടയുകയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് വയനാട്ടിൽ ഈ ഹർത്താൽ നടത്താനുള്ള അടിയന്തര സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിന് തടയിടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ ഹർത്താൽ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വെച്ചിട്ടുള്ളത് എന്ന് സാമാന്യമായിട്ടുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ CPMും കോൺഗ്രസിൻ്റെയും ഒക്കെ മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും വയനാട്ടിലെ ഹർത്താലിൽ അവർ ഒരുമിച്ചാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം അത് തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം, കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം നിഷേധിക്കുന്നു. ഇതാണ് ആരോപണം. കേന്ദ്രം സഹായം നൽകില്ല എന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേന്ദ്ര സർക്കാർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറയണം. കേന്ദ്ര സർക്കാർ അങ്ങനെ ആരോടെങ്കിലും എവിടെയെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴോ കേന്ദ്ര സർക്കാർ ഞങ്ങളിനി കേരളത്തിന് സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. കേരളത്തിന് ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതിനിടയിൽ വന്നിട്ടുള്ളൊരു വാർത്ത, അതിതീവ്ര ദുരന്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഉന്നതാധികാര സമിതിയുടെ യോഗം, ആ യോഗം കൂടിയിട്ടില്ല, അത് ഈ മാസം തന്നെ കൂടി തീരുമാനം അറിയിക്കും എന്ന് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കില്ല എന്നല്ല പറഞ്ഞത്. എന്താണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചു. ഇനി ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ഒക്ടോബർ മാസം 17-ാം തീയതി കൊടുത്ത സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിലെ വരികൾ ഞാനൊന്ന് വായിക്കാം. WPC നമ്പർ 28509 ഓഫ് 2024 ബിഫോർ ദി ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള, എറണാകുളം. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന വാചകം, സംസ്ഥാന സർക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ as informed by the state government, they are in the process of PDNA assessment
and will submit their detailed memorandum before Government of India for consideration. The PDNA report along with detailed memorandum is still awaited from Government of Kerala. Once the detailed PDNA report is received, it will be considered by the central government as per laid down procedure. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ PDNA ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു മലയാള പത്രം, പ്രമുഖ മലയാള പത്രം പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്താനന്തര ആവശ്യങ്ങൾ വിലയിരുത്തുന്ന റിപ്പോർട്ട് കേരളം ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും. ഉടൻ സമർപ്പിക്കും, സമർപ്പിച്ചിട്ടില്ല. പത്രത്തിൽ വന്ന വാർത്ത. ആ വാർത്തയിൽ പറഞ്ഞത് ആ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അത് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടി വായിക്കാം. സെപ്റ്റംബർ 15 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത. ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഹാസ് ഐഡൻറ്റിഫൈഡ് 4 areas for sectoral assessment as part of the post-disasteral need assessment of landslide hit areas of Wayanad. It has also been decided to prepare the PDNA report after collection of data. The report will present sector-wise damage. The cost estimate of the total damage will be included in the report. KSDMA has been entrusted with drafting the report. It will submit the final report to the Ministry of Home Affairs. ഈ റിപ്പോർട്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മലയാള പത്രത്തിൽ പറഞ്ഞത്. വിലയിരുത്തുന്ന റിപ്പോർട്ട് ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 15 പറഞ്ഞ അതേ കാര്യത്തിൻ്റെ അടുത്ത ഘട്ടം എവിടെ എത്തി? മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി. ഇപ്പോൾ അതാണ് സ്ഥിതി. ഞാൻ ഈ വാർത്തയാണ് വായിക്കുന്നത്. വാർത്തയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. കേന്ദ്രത്തിന് കിട്ടിയിട്ടില്ല. ഇത് മലയാള പത്രത്തിൽ വന്ന വാർത്തയാണ്. ഈ മലയാള പത്രത്തിൽ വരുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയാണ്. തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സെപ്റ്റംബർ 15 പറഞ്ഞു. ഒക്ടോബർ മാസത്തിലെ 17 നവംബർ മാസത്തിൽ ഈ കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പുള്ള പത്രത്തിലാണ് വന്നത്. മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ, പരിഗണനയിലിരിക്കുന്ന ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അധിക ധനസഹായം നൽകണം എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇത് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ ധൈര്യമില്ല. കാരണം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം വയനാട്ടിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പേരിന് നിർത്തി മത്സരിപ്പിച്ച സാഹചര്യമായിരുന്നു. മാത്രമല്ല വയനാട്ടിൽ ഉഴുവരിച്ച അരി, ആ അരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്തും അതുപോലെയുള്ള ആൾക്കാർ വിതരണം ചെയ്തത്. PDNA കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കുന്ന ഒരു രേഖ, ആ രേഖയുടെ പേരിലാണ് ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കേന്ദ്രത്തിനോട് ചോദിക്കാൻ പറയുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതൊക്കെ അവിടെ ഒരു വശത്ത് നിൽക്കട്ടെ. മറുവശത്ത് നിരവധി ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് പണിത് നൽകാൻ വേണ്ടിയിട്ട് 1000-ഓളം വീട് നൽകാൻ വേണ്ടിയിട്ട് നിരവധി സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ സന്നദ്ധ സംഘടനകളുടെ അഭ്യർത്ഥന 4 മാസം കഴിഞ്ഞതിന് ശേഷവും സംസ്ഥാന സർക്കാർ അവരുമായിട്ട് ഒരു ചർച്ച പോലും നടത്തിയിട്ടുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ വീട് പണിത് നൽകാമെന്ന് പറഞ്ഞു. എന്തൊക്കെ നിങ്ങൾ ചെയ്യും? എങ്ങനെ ചെയ്യും? സന്നദ്ധ സംഘടനകൾ 1000-ഓളം ആളുകൾ, 1000-ഓളം സംഘടനകളിൽ 1000-ഓളം വീടുകൾ പണിത് നൽകാമെന്ന് പറയുമ്പോൾ ആ ചർച്ച പോലും നടത്തിയിട്ടില്ല. മറുപടി പറയാൻ പറ്റുമോ ഹർത്താൽ നടത്തുന്ന ആളുകൾക്ക്? മാത്രമല്ല നിങ്ങൾ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു, കേരളത്തിനൊന്നും തന്നില്ല.
ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു തുക പറയുന്ന തുകയുണ്ടല്ലോ, ഈ തുക എന്നാ അനുവദിച്ചത്? ജൂലൈ മാസം 23-ാം തീയതി ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ അനുവദിച്ച തുക, ബീഹാറിന് കൊടുത്ത 11,500 കോടി രൂപയുടെ കാര്യമാണ് ഈ ദുരന്തത്തിൻ്റെ പണം കിട്ടാത്തതിൻ്റെ പേരിൽ കേരള സർക്കാരിൻ്റെ വാദമായിട്ട് കേരള സർക്കാർ അവതരിപ്പിക്കുന്നത്. പല മാധ്യമപ്രവർത്തകരും തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും എന്നോട് ചോദിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തം ഉണ്ടായത് ജൂലൈ മാസം 30-ാം തീയതിയാണ്. ജൂലൈ മാസം 23-ാം തീയതിത്തെ ബജറ്റിൽ ജൂലൈ മാസം 30-ാം തീയതി നടന്ന ദുരന്തത്തിൻ്റെ പണം മുൻകൂട്ടി എങ്ങനെ കൊടുക്കും കേന്ദ്ര സർക്കാർ? അസാം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, സിക്കിം ഇത്രയും സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ പ്രളയം നേരിടാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചു. പ്രളയം നേരിടാനുള്ള ഫണ്ട്, ഇതെല്ലാം സ്ഥിരമായിട്ട് പ്രളയക്കെടുതികളെ നേരിടാനുള്ള അടിസ്ഥാന സൗകര്യ വികസനം അതിനു വേണ്ടിയിട്ട് നൽകിയതാണ്. ഉദാഹരണത്തിന് ബീഹാറിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കോസി മേച്ചി റിവർ ലിങ്കിങ് പദ്ധതി. ബീഹാറിലെ കോസി നദിയും നേപ്പാളിൽ കൂടി ഒഴുകുന്ന മോച്ചി നദിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വലിയൊരു പദ്ധതി. കോസി നദി ബീഹാറിൻ്റെ ദുഃഖം എന്നൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ വായിച്ചിട്ടുള്ള, പാഠപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഒരു പരാമർശമാണ്. ആ കോസി നദിയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് ഓരോ വർഷവും ബീഹാറിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്, ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ വർഷാവർഷം ഉണ്ടാകുന്ന മഹാപ്രളയം, ആ മഹാപ്രളയം തടയുന്നതിന് വേണ്ടിയിട്ട് ചെറിയ അണക്കെട്ടുകൾ പണിയുക, അതുപോലെയുള്ള നിരവധി സംവിധാനങ്ങൾ. കെടുതികൾ, സ്ഥിരമായിട്ട് പ്രളയക്കെടുതി നേരിടുന്ന സംസ്ഥാനങ്ങൾ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണം അനുവദിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രളയങ്ങളിലൂടെ കടന്നു പോകുന്ന വിവിധ സംസ്ഥാനങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ള PDNA റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചിട്ടുള്ളത്. സംശയമുള്ള ആളുകൾക്ക് സുഖീന്ദർ സിംഗ് സുഖു, ഹിമാചൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ PDNA കൊടുത്തു, PDNAയിൽ കൊടുത്ത മുഴുവൻ തുക കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ പരാതി അതായിരുന്നു. PDNA കൊടുത്തിട്ടില്ലെന്നല്ല. അതിൻ്റെ വിശദാംശങ്ങൾ വരണമെങ്കിൽ ഞാൻ അതുകൂടി പറയാം, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. PDNA അവർ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. VD സതീശൻ ഏറ്റവും ചുരുങ്ങിയത് PDNA റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഈ പണം അനുവദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തൻ്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടെങ്കിലും ഒന്ന് സംസാരിക്കണമായിരുന്നു. സംസാരിച്ചിരുന്നുവെങ്കിൽ ഇതുപോലത്തെ അബദ്ധം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കില്ല. പ്രിയങ്ക ഗാന്ധിയെങ്കിലും സംസാരിക്കണമായിരുന്നു. കാരണം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് പറഞ്ഞത് കേന്ദ്രം അവഗണിക്കുന്നു എന്നാണ്. അവരുടെ ഭരണത്തിൽ കീഴിൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിവില്ലാത്ത നേതാക്കന്മാരാണ് ഇവിടെ വന്നിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് നടക്കുന്നത്. ഇനി കഴിഞ്ഞ മാസം ഗുജറാത്തിന് കൊടുത്തു, മണിപ്പൂരിന് കൊടുത്തു, ത്രിപുരക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 650 കോടി രൂപ കൊടുത്തു. ആ കൊടുത്തത് SDRFിൻ്റെ NDRF വിഹിതം, NDRFിൽ നിന്നുള്ള അഡ്വാൻസ്, ആ അഡ്വാൻസ് കേരളത്തിനും കിട്ടി. കേരളത്തിന് അനുവദിച്ച തുകയുടെ 145 കോടിയുടെ 2 ഗഡുക്കൾ ഈ വർഷത്തെ SDRFിലേക്ക് ദേശീയ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ അനുവദിച്ച തുകയുടെ ആ തുകയുടെ 2 വിഹിതം മുൻകൂട്ടി കൊടുത്തു, ജൂലൈ 31-നും ഒക്ടോബർ 1-നും. ഇനിയും കൂടുതൽ കിട്ടും. പക്ഷേ കിട്ടണമെങ്കിൽ PDNA കൊടുക്കണം. അത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ നിയമമല്ല. നരേന്ദ്രമോദി 2018-ലെ മഹാപ്രളയം നമുക്കറിയാം. 2018-ലെ മഹാപ്രളയത്തിൽ അന്ന് PDNA കൊടുത്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ് PDNA കൊടുത്തിട്ടുണ്ട്. കേന്ദ്രം അടിയന്തരമായിട്ട് സഹായം കൊടുത്തു, പക്ഷേ PDNA കൊടുത്തു. പക്ഷേ അതിനുശേഷം കേരളത്തിന് കിട്ടിയില്ല. കിട്ടാത്തതിൻ്റെ കാരണം ഹിന്ദു പത്രം, മുഖ്യമന്ത്രിയുടെ സ്വന്തം പത്രമാണ്. ഹിന്ദു പത്രത്തിലെ 2020 ജനുവരിയിലെ വാർത്ത ഞാൻ വായിക്കാം. സെൻട്രൽ വിൽ നോട്ട് അലോട്ട് എനി അഡീഷണൽ അസിസ്റ്റൻസ് ടു കേരള ഫ്രം ദ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആസ് ഇറ്റ് ഹാസ് ഫെയിൽഡ് ടു പ്രൊഡ്യൂസ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ 50% of over 3,000 crore fund allotted to it after the 2018 floods.
എ സീനിയർ ഹോം മിനിസ്ട്രി ഒഫീഷ്യൽ സെഡ് ഓൺ തേഴ്സ്ഡേ. ഞാൻ പറഞ്ഞത് കിട്ടിയ പണത്തിൻ്റെ കണക്ക് കൊടുക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തി, ആ ശുഷ്കാന്തി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ വീണ്ടും കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിട്ട് അവസാനം സുപ്രീം കോടതി പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നതായിട്ട് ബോധ്യപ്പെടുത്താൻ, സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതായിരുന്നു സുപ്രീം കോടതി അന്ന് 2023-24 വർഷത്തിൽ ഇടക്കാല ആവശ്യമായിട്ട് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം, ആ ആവശ്യം പറഞ്ഞുകൊണ്ട് പരിഗണിച്ച കേസിൽ, ഹർജിയിൽ സുപ്രീം കോടതി എടുത്ത തീരുമാനം. അപ്പോൾ ഇനിയും ഈ ധനസഹായം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ ഇപ്പോൾ കോടതി പോകുന്ന കാര്യം പറയുന്നില്ല. കാരണം കോടതിയിൽ പോയാൽ എന്തായിരിക്കും വസ്തുത എന്ന് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ മന്ത്രിമാർക്കറിയാം. മാത്രമല്ല പാർലമെൻറ്റിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ ദുരന്തമുണ്ടായതിന് ശേഷം പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് തമിഴ്നാട്ടിലെ വിൽസൺ, തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭാ അംഗമായിട്ടുള്ള അംഗമാണ്, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി, ആ മറുപടി കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ആ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള തുക, ആ തുകയുടെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 7 2024 ഓഗസ്റ്റ് 7 പി വിൽസൺ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യമാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 1825. കേരളത്തിന് മാത്രമല്ല, അതിൽ കൊടുത്തിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ കണക്കുണ്ട്. ആ കണക്ക് വായിച്ചു കഴിഞ്ഞാൽ ആസാം ആവശ്യപ്പെട്ടത് 3237 കോടി രൂപ, കൊടുത്തത് 616 കോടി രൂപ. കൊടുത്തതെന്ന് പറഞ്ഞാൽ എപ്രൂവ് ചെയ്തത് 616 കോടി രൂപ. റിലീസ് ചെയ്തത് ഒറ്റ പൈസ റിലീസ് ചെയ്തിട്ടില്ല. ആസാം BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു, കേരളത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ പരാതി. ഉത്തർപ്രദേശിൽ ചോദിച്ചത് 808 കോടി രൂപ, അനുവദിച്ചത് 367 കോടി രൂപ, ഒറ്റ പൈസയും കൊടുത്തില്ല. മഹാരാഷ്ട്ര 2110 കോടി രൂപ ചോദിച്ചു, 956 കോടി രൂപ അനുവദിച്ചു. കേരളം, ഇത് ഞാൻ വായിക്കുന്നത് 2019 മുതൽ 24 വരെയുള്ള കണക്കിലാണ്, 1624 കോടി രൂപ ചോദിച്ചു, 460 കോടി രൂപ അനുവദിച്ചു. ഇതിൽ റിലീസ് ചെയ്ത എമൗണ്ടിന് ഒരു ആസ്റ്ററിക് ഉണ്ട്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ഫണ്ട് റിലീസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് 50% ഓഫ് ദ ഓപ്പണിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ ദി SDRF ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ള തുകയുടെ ബാലൻസ്, ആ ബാലൻസിൻ്റെ കണക്കും നേരത്തെ കൊടുത്തിട്ടുള്ള വർഷങ്ങളിലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാലാണ് കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റുക. ഇത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ നിയമമല്ല, ഇത് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വിശദമായിട്ട് 99 പേജുള്ള സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗൈഡ്ലൈൻസ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആൻഡ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ 15th ഫിനാൻസ് കമ്മീഷൻ 2021-22 മുതൽ 25-26 വരെയുള്ള കാലയളവിലേക്ക് വേണ്ടിയിട്ടുള്ള 15th ഫിനാൻസ് കമ്മീഷൻ, ആ 15th ഫിനാൻസ് കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. ഇത് പുതുതായിട്ടുണ്ടാക്കിയ നിയമമല്ല, ഇത് നേരത്തെ മുതലുള്ള നിയമമാണ്. ധനകാര്യ കമ്മീഷൻ്റെ നിയമവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമമൊക്കെ ഇതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുരന്തത്തെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള തന്ത്രം, ആ തന്ത്രമാണ്
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഹർത്താലിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കാനും മാധ്യമപ്രവർത്തകർ വസ്തുതകൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ചോദ്യങ്ങളും പ്രതികരണങ്ങളും നടത്തണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും കേരളം കൃത്യമായ കണക്കുകൾ നൽകില്ല. അതായത് നാളെ പറഞ്ഞ PDN ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ റവന്യൂ മന്ത്രി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ 2018 PDN നടത്തി കൊടുത്തത് ആരായിരുന്നു? അല്ലല്ല, വയനാടും പ്രളയമൊക്കെ ദുരന്ത നിവാരണമല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഓരോ തവണ കത്തിൽ, പിന്നെ ആ കത്തിൽ PDN എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ശരി. PDN ഇപ്പോൾ 2018 എന്തിനാ കൊടുത്തതെന്ന് അല്ല, 2018 എന്തിനാ കൊടുത്തത്? 2018 എന്തിനാ കൊടുത്തത്? ആ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ 2013 ഒരു മുല്ലപ്പള്ളിയുടെ പാർലമെൻറ്റിൽ കൊടുത്ത ഉത്തരം നിങ്ങളാരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ദേവി ചെയ്ത് വായിച്ചു നോക്കും. ഞാൻ വായിച്ചുതരാം. ഞാൻ അതും കൂടി വായിച്ചുതരാം. അല്ല, അത് തൊട്ടടുത്തിരിക്കുന്ന ആളെ അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. പറയുന്നില്ല. പിന്നെന്താ പറയുന്നത്? അതെ, തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? PDN കിട്ടിയാൽ മാത്രമേ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, അതാണ് PDN. ഡിസാസ്റ്ററിന് ശേഷമുള്ള ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പഠനം അങ്ങനെ ഒരു സാധനം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്ന ഈ സാധനം അല്ല. അത് തന്നെ സംഭവം ശരി തന്നെ. അടിയന്തര ധനസഹായത്തിന് വേണ്ടിയാണല്ലോ 758 കോടി ഉള്ളത്. കൊടുക്കുന്നുണ്ട്. ഇത്രയും വർഷമല്ല, ഞാൻ വായിച്ചില്ലേ 24 വരെയുള്ള ഉത്തരത്തിൽ ഞാൻ പറഞ്ഞുതരാം മുഴുവൻ വായിച്ചാട്ടെ. ഞാൻ ഇതിൻ്റെ കോപ്പിയും തരാം. എല്ലാവർക്കും തരാം. എല്ലാ കോപ്പികളും നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം ഇതിൽ ഞാൻ അതും കൂടി പറയാം. അതായത് കേരളം 2019-20 ശേഷം പണം ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെൻറ്റിൽ കൊടുത്ത മറുപടിയാണ്. 3 കോളം ഉണ്ട് ഇതിൽ. സോട്ട് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്, എമൗണ്ട് അപ്രൂവ്ഡ് ബൈ HLCs, എമൗണ്ട് റിലീസ്ഡ് ഫ്രം NDRF. 3 കോളം ഉണ്ട്. 2019-20 കേരളത്തിൻ്റെ റിക്വസ്റ്റ് ഉണ്ട്. കേരളത്തിൻ്റെ റിക്വസ്റ്റ് 1624 കോടി. ആ വർഷം 460 കോടി അനുവദിച്ചെങ്കിലും റിലീസ് ചെയ്തില്ല. 2020-21 കേരളത്തിൻ്റെ പേരില്ല. കേരളം റിക്വസ്റ്റ് ചെയ്തതായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടില്ല. 2021-22 വീണ്ടും കേരളത്തിൻ്റെ പേരില്ല. കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. 22-23 കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. 23-24 കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത്. വേറൊരു വാർത്ത ഞാൻ ഇടയ്ക്ക് വായിച്ചല്ലോ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അതിന് മുൻപത്തെ വർഷം അനുവദിച്ചതിൻ്റെ 50% ചെലവാക്കിയതിൻ്റെ കണക്കുകൾ. 788 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം. 388 കോടി ഉണ്ട് ഓൾറെഡി. അത് ഇരിക്കെ തന്നെയാണ് ഒരു കണക്കും ചോദിക്കാതെ 2 ഗഡു വീണ്ടും അനുവദിച്ചത്. 300 കോടി. കേന്ദ്ര സർക്കാർ ഇതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും?
അത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അതെ, പക്ഷേ ഇതുകൊണ്ടുണ്ടായ കലാമിറ്റി അതിനാണല്ലോ PDNA. അതല്ല ചോദിക്കുന്നത്, SDRF-ലെ എമൗണ്ട് എന്ന് പറയുന്നത് അതിന് ചെലവ് പരിമിതികളുണ്ട്. അത് എല്ലാവർക്കും വേണ്ടി കൊടുക്കാണ് തുകയാണത്. എവിടെ എല്ലാവർക്കും? അങ്ങനെ വയനാട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം SDR അങ്ങനെ എവിടെയുള്ളതെന്നൊന്നും കാണിച്ചു തരാം. അതായത് SDRF-ലെ പണം കേരളത്തിലെ ഓരോ താലൂക്കിനും വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റിവെച്ചതാണ്. അത് വയനാട്ടിൽ കൊടുക്കാൻ പറ്റൂല എന്നാണ്. ശരിയെന്ന്, നിങ്ങളുടെ കയ്യിൽ പണം ഇരിക്കുകയല്ലേ, അതവിടെ ചെലവാക്കി കൂടെ? എന്താ പരിമിതി? ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ എന്ത് കണക്കാ കൊടുത്തിരിക്കുന്നത് കേന്ദ്രത്തിന്? ഒന്ന് പറയും. അതല്ല, അതിനാണ് ചോദ്യം. അത് കാണുന്നല്ലോ, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്. അതെ, എന്താ പറഞ്ഞു? പോയിട്ടുണ്ടോ വയനാട്ടിൽ? പോയിട്ടുണ്ടോ? അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല, നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എൻ്റെ ഇത്. ആയിക്കോട്ടെ. അല്ലല്ല, നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. സാങ്കേതികത്വം അല്ല എൻ്റെ സുഹൃത്തെ. നിയമം, നാട്ടിലെ നിയമം, അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു മിനിറ്റ് ഞാൻ വായിച്ചേക്കാം. ഞാൻ ഇത് കൂടി വായിച്ചേക്കാം. നിങ്ങൾ ഇതെല്ലാം വായിക്കണമല്ലോ, നിങ്ങളെല്ലാം മനസ്സിലാക്കണം. ഹൈക്കോടതിയിൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ വായിക്കുന്നുണ്ടല്ലോ, ഈ കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്നത് പോലെ പ്രസ്താവനയല്ല. ഞാൻ വായിക്കുന്നത് രേഖകളാണ്. ഏത് രേഖ? പാർലമെൻറ്റിൻ്റെ രേഖ. പാർലമെൻറ്റിൽ കള്ളം പറയാൻ പറ്റില്ല. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജാണ്. ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞു വന്നിരിക്കട്ടെ, സംസ്ഥാന ഗവൺമെൻറ് പറയാം ഇത് കള്ളമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ഒക്ടോബർ മാസം 17-ാം തീയതി കൊടുത്ത ഇതിൽ PDNA-യെ കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ PDNA-യെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് എന്താ പറയാതിരുന്നത്? എന്നാൽ സിമ്പിളാണ്. ഈ PDNA എന്ന് പറയുന്നത് സമയം പിടിക്കും കൊടുക്കാനായിട്ട്. ഓക്കേ, പക്ഷേ ഇത് അതുപോലെ ഇനി ഞാൻ ഒന്നും കൂടി കേൾക്ക്. ഇതൊക്കെ ഈ പിണറായി വിജയന്റെ പ്രസ്താവന നിങ്ങൾ കൈരളിയാണ്, ഏഷ്യാനെറ്റാണ്. അപ്പോൾ അവിടുന്ന് AKG സെന്ററിൽ കിട്ടുന്നത് അതേപടി എടുക്കരുത്. ഞാൻ വായിക്കട്ടെ, ഞാൻ വായിച്ച് കേൾപ്പിച്ചരാം. ഞാൻ പ്രസ്താവനയല്ല നടത്തുന്നത്, ഞാൻ വായിച്ച് കേൾപ്പിച്ചരാം. Further, in order to assess the loss of immediate nature before receipt of formal memorandum from the state government of Kerala for additional finance assistance from NDRF, an interministerial central team was constituted on 2nd August 2024 itself, and the IMCT, in consultation with the state government, visited the affected areas for on-the-spot assessment of damages from 8/8/24 to 10/8. However, അടുത്ത സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. However, state government submitted its memorandum on 19th August 2024 seeking an additional assistance of rupees 214.68 crore. എത്രയാ എമൗണ്ട്? എത്രയാ വായിച്ചത്? കേട്ടല്ലോ, 214 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ചോദിച്ചിരിക്കുന്നത്. 788 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലിരിക്കുകയാണ്. ഏത് മാനദണ്ഡമാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മാനദണ്ഡം ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തോ? എൻ്റെ സുഹൃത്തെ, നിങ്ങൾ എത്ര കാലമായി ഈ നാട്ടിൽ ജീവിക്കുന്നു? അല്ലല്ല, എത്ര കാലമായി ജീവിക്കുന്നത്? നമുക്കൊരു റേഷൻ ഷോപ്പിൽ ഒരു റേഷൻ കാർഡ് വേണമെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കണോ? അല്ല, കൊടുക്കണോ വേണ്ടിയോ? എൻ്റെ ചോദ്യം, ഒരു വീടില്ല, അപേക്ഷ കൊടുക്കണ്ടേ? മുഖ്യമന്ത്രിയോട് ഞാൻ ചെന്നിട്ട് ഒരു മെമ്മറാണ് കൊടുക്കുന്നു, എനിക്ക് വീടില്ല, മുഖ്യമന്ത്രി അടുത്ത ദിവസം വീട് അനുവദിക്കുമോ? മുഖ്യമന്ത്രി നേരിട്ട് ബോധ്യപ്പെട്ടു, അനുവദിക്കുമോ? ഇതിനല്ലേ പ്രധാനമന്ത്രിയുടെ കാര്യം. അതായത്
പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു, മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു. അടുത്ത ദിവസം കാര്യം നടക്കുമോ? ഇവിടെ പാലമില്ല, മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു, അടുത്ത ദിവസം പാലം പണിയാൻ പറയുമോ? അടിയന്തര സഹായം ചെയ്യാലോ, അത് ചെയ്തോ? തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അടിയന്തര സഹായം 788 കോടി രൂപ കയ്യിലിരിക്കുക. നിങ്ങൾ പറയുന്നത് SDRF ഫണ്ടില്ലെന്നാണ്. അത് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥമായ തുകയാണ് SDRF. ഞാൻ ചോദിക്കട്ടെ, ആ പണം ചെലവാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ആ പണം ഞാൻ ചോദിക്കട്ടെ 2-3 ചോദ്യങ്ങളായിരിക്കും. ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവുണ്ടെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിന് മറുപടി പറയാം. 3 ചോദ്യത്തിന് ഉത്തരം. അല്ല, അത് തന്നെ നിങ്ങൾ ഈ പറഞ്ഞത്, ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ അത് വീണ്ടും ആവർത്തിക്കാം. ഒന്ന്, 1000-ഓളം വീടുകൾ പണിയാമെന്ന് പറഞ്ഞിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നു. അവരുമായിട്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? എൻ്റെ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ AKG സെൻറ്ററിൽ നിന്ന് കേൾക്കുന്നത് അതേപടി ഇങ്ങോട്ട് വന്ന് പറയുന്നതിന് പകരം എൻ്റെ ചോദ്യം സ്വന്തം ബുദ്ധി ആലോചിച്ചിട്ടൊന്ന് ആലോചിക്കും. 1000-ഓളം വീടുകൾ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് തുടർന്നുള്ള ചർച്ച എന്തുകൊണ്ട് ചെയ്തില്ല? ഒന്ന്, പുനരധിവാസത്തിന് വേണ്ടി ഏറ്റെടുക്കേണ്ട ഭൂമി ഏതാ? ഭൂമി കണ്ടെത്തിയോ? അറിയോ അതിനെക്കുറിച്ച്? കണ്ടെത്തിയോ? എന്നിട്ട് അപ്പൊ പിന്നെ അവിടെ പണി പറയോ? ആ കേസ് പരിഹരിക്കേണ്ടതാരാ? രണ്ട് മൂന്നാമത്തെ വരും ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഈ 788 കോടി രൂപ ചെലവാക്കുന്നതിനുള്ള തടസ്സം നീക്കിത്തരാൻ കേന്ദ്ര സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ? ഒന്ന് ചോദിക്കട്ടെ, കേന്ദ്രം എന്തുകൊണ്ട് ഒരു പൈസ പോലും കൊടുത്തില്ലാന്ന് ചോദിക്കുമ്പോൾ സ്വകാര്യ സംഘടന എന്തൊരു ചർച്ച നടത്തില്ലെന്നാണ് ഉത്തരം പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, അതായത് എൻ്റെ കയ്യിൽ 800 കോടി ഇരിക്കുക, എന്നിട്ട് ഞാൻ പറയുകയാണ് കേന്ദ്രം തന്നിട്ടില്ല. ഞാൻ ഒരു കടലാസും കൊടുക്കില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി കടലാസ് കയ്യിൽ വെച്ചോണ്ടിരിക്കുക. അതല്ലേ? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ അടിയന്തര സഹായം എങ്ങനെയാ കൊടുക്കുക? അങ്ങനെ കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ടോ ദുരന്ത നിവാരണ ഫണ്ടിൽ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പ്രൊവിഷൻ ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ആ നിയമം വരുമ്പോൾ പാർലമെന്റിലെ നിയമം ബാധകമല്ല എന്നാണ് പറയുന്നത്? അല്ല, അടിയന്തര സഹായം നൽകാൻ അല്ല, ആ പണം ചെലവാക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, ആ പണം ചെലവാക്കുന്നതിന് എന്താ തടസ്സം? എൻ്റെ കയ്യിൽ പണം വെച്ചിട്ട് എന്താ പരിമിതി? അപ്പോൾ അതിന് പരിഹരിക്കണം നോക്കണം. അതിന് പരിഹരിക്കാനുള്ള നടപടി എടുക്കണം. ആര് പറഞ്ഞു? ആരാ പറഞ്ഞു? ഈ തലച്ചോറ് പണയം വെക്കരുത് ദയവ് ചെയ്ത്, അത്ര എനിക്ക് പറയാം. കാരണം എന്തറിയോ, നമ്മൾ 800 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് കേന്ദ്രം തന്നില്ല. 1000 വീട് പണിത് തരാമെന്ന് പറയുമ്പോൾ അവരോട് സംസാരിക്കാൻ സമയമില്ല. PDNA റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള പ്രൊവിഷൻ 500 കോടി പ്രധാനമന്ത്രി കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം എന്നാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അടിയന്തര സഹായം നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം എന്താ? അല്ല, നിങ്ങൾ ചോദിച്ച സ്ഥിതിയിൽ, കൊടുത്തൂടെ എന്ന് ചോദിച്ച സ്ഥിതിയിൽ ആ മാനദണ്ഡം കൂടി ഒന്ന് പറഞ്ഞ. അല്ല, അതേതാ മാനദണ്ഡം? അല്ല, ആര് പറഞ്ഞു? എണ്ണൂറ് കോടി ചെലവാക്കുന്നതിന്, ഞാൻ ചോദിക്കട്ടെ, 800 കോടി ചെലവാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാലാണല്ലോ പറയുക അടുത്ത ഞങ്ങൾക്ക് വരണമെന്ന്. പിന്നെ അവർ കേരളത്തിലെ ഗവൺമെന്റ് അറിയാത്തതല്ലല്ലോ ഇത്. കേരളത്തിലെ ജനങ്ങളെ എന്നും വിഡ്ഢികളാക്കാമെന്ന്
മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ചാൽ പോലും സാധിക്കില്ല. ഇല്ല, വയനാട് ദുരന്തം ഉണ്ടായില്ലെങ്കിൽ പോലും കേന്ദ്രം കൊടുക്കാൻ ബാധ്യസ്ഥമായ തുകയാണ് SDR ഫണ്ട് എന്ന് പറയുന്നത്. ഇല്ലല്ല, അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ്. ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മതി. നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ സമ്മതിച്ചു. അതുകൊണ്ട് കാരണം മാനദണ്ഡങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നും വായിച്ചിട്ടില്ല. നിങ്ങളൊരു രേഖ, എന്തെങ്കിലും ഒരു രേഖ കാണിക്കും. SDR ഫണ്ടിൽ നിന്ന് ഒരു വീട് നിർമ്മിക്കാൻ എത്ര പൈസ കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ട്? പറയൂ. പറഞ്ഞു ഒന്ന് കാണിച്ചു 1.5 ലക്ഷം രൂപയുള്ളൂ. ആണോ? ഒന്ന് കാണിച്ചു. അത് എന്റെ അടുത്ത് സൈറ്റുണ്ട്, SDR സൈറ്റ്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കാനുള്ള വഴി കണ്ടുപിടിച്ചാൽ പോരെ? ആ 1.5 ലക്ഷം ചെലവാക്കാലോ ആദ്യം. 500 കോടി രൂപയാണോ ഈ മൊത്തം ഈ പുനഃസ്ഥാപനത്തിന്? എൻ്റെ സുഹൃത്തെ, കോടതി പറഞ്ഞിരിക്കുന്നത് 260 കോടിയെ ചോദിച്ചിരിക്കുന്നതെന്നാ. ഈ കടലാസ് കോടതിയും പാർലമെന്റും അല്ല പ്രധാനം, AKG സെന്റർ എന്ന് പറയുന്നതാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം താങ്കളെ സഹായിക്കട്ടെ. അല്ല, ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. കാരണം AKG സെന്ററിൽ അതവിടെ പണയം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് അല്ല, ഇതൊക്കെ പാർലമെന്റിൽ എഴുന്നേറ്റ് ചോദിക്കാത്തത് എന്താ? ഇവിടുത്തെ MP-മാര് ഇതൊക്കെ കോടതിയിൽ എന്താ പറയാത്തത്? കോടതി പറയട്ടെ. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു വക്കീൽ പാസ്സായിട്ടുണ്ടോ? അല്ലെങ്കിൽ വാദിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുക, ഞാൻ കോടതിയിൽ വാദിച്ചോളാം. അതൊക്കെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം പ്രസിഡന്റ് പറഞ്ഞു, അതിനപ്പുറം ഒന്നും പറയാനില്ല. എങ്കിലും ഒരെങ്കിലും ഇല്ല. അതായത് അതിനെക്കുറിച്ചെല്ലാം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് അപ്പുറത്തൊന്നും പറയാനില്ല. നല്ല കാര്യമാണ്. പക്ഷേ കരമടക്കാനുള്ള അനുവാദം കൂടി വാങ്ങിക്കൊടുക്കണം. അറിയില്ല, എനിക്കറിയില്ല. ദേവസ്വം ഭൂമിക്ക് അതുപോലെ തന്നെ, ദേവസ്വം ഭൂമിയൊക്കെ കോടതി പോവാം. വഖഫിന്റെ കാര്യത്തിൽ കോടതി പോകാൻ പറ്റില്ല, അതറിയാലോ. അറിയോ? വഖഫ് കോടതി പോകാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തെ, വഖഫിന്റെ വിഷയം കോടതി പോകാൻ പറ്റില്ല. വഖഫ് ട്രിബ്യൂണലിനെ നോക്കാൻ പറ്റുള്ളൂ. മാധ്യമ പ്രവർത്തകരാകുമ്പോൾ കുറച്ച് നാട്ടിൽ നിയമമൊക്കെ പഠിച്ചിട്ട് വരണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വാക്കുകൾ, അതാണ് നിങ്ങൾ ഇതാണ് ഏത് പാത്ര അല്ല, ഏതാണ് പത്രം എന്ന് പറഞ്ഞാലോ, അത് രഹസ്യമായിട്ട് പറയണം. അതാണ് പറഞ്ഞത്. ഈ വാക്കുകൾ വളച്ചൊടിക്കുന്നത് ഒരു നാടാകെ ഒലിച്ചുപോയി എന്ന് പറയുമ്പോൾ അതെ അതെ, അത് നമ്മൾ ആ വികാരം ഇപ്പോൾ പറയുന്നത്. അത് താങ്കളാണ് വേറെ സംസ്ഥാന ഗവൺമെന്റ് ബോധ്യം വേണം. ജനം കാണുന്നുണ്ട്. 1000 ആളുകളുടെ വീട് പണിത് കൊടുക്കാന്ന് പറയുമ്പോൾ ആളുകളുടെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കണക്ക് തയ്യാറാക്കി കൊടുക്കേണ്ടത്. ആ പാവം ജനങ്ങൾക്ക് എന്ത് കണക്ക്? അവർക്ക് ജീവിക്കണം. BJP അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും വാക്കുകൾ ആ നാട്ടിൽ ആ നാട്ടുകാർ എന്ത് വേണ്ട? ആ നാട്ടുകാർ ജനങ്ങളെ ഒരു പ്രോപ്പർ നോർമൽ, അതായത് നിങ്ങൾക്ക് മുമ്പത്തെ കൊടുത്ത പൈസക്ക് കണക്ക് കൊടുത്തെങ്കിൽ പിന്നെ റിലീസ് ചെയ്യാൻ പാടുന്ന നോർമൽ ഉണ്ട്. 50% യൂട്ടിലൈസേഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങൾ തന്നെ നാളെ വാർത്ത കൊടുക്കും. അതിന് മറികടന്ന് കൊടുത്തു കഴിഞ്ഞാൽ CAG റിപ്പോർട്ട് പറയും ഞാൻ മാനദണ്ഡം ലംഘിച്ചിട്ട് പണം കൊടുത്തു. അപ്പൊ അഴിമതി എന്ന് പറയും. നിങ്ങൾ
ഇഷ്യൂ അറിയാമോ? അല്ല ഇതെന്താ ഇഷ്യൂ? എല്ലാ രാഷ്ട്രീയ ഇതെന്താ ഇഷ്യൂ അറിയാമോ? എല്ലാ രാഷ്ട്രീയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പരസ്പരം അനുഭവിക്കുന്ന ജനങ്ങളാണ്. അത്രേ ഉള്ളൂ. അതാണ് ഇഷ്യൂ. അവർ ജനങ്ങളാണ്. താങ്കൾ പറയുമ്പോൾ CPM നിരീക്ഷകർ പറയുന്നു അവർ രണ്ടും അങ്ങോട്ടും മറ്റും അപ്പൊ ജനങ്ങളും ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. നിങ്ങൾ എന്തായാലും ബോധ്യപ്പെടില്ല, തീരുമാനം ചെയ്തില്ല.